ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് വർഷത്തിൽ ഒരു രാത്രിയാണ്, റമദാനിലെ ഒരു രാത്രിയാണ്, അവസാനത്തെ 10 ഒരു രാത്രിയാണ്. അത് നഷ്ടപ്പെട്ട വീണ്ടെടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്നാ? ഉണ്ടോ? ഇല്ല എന്നാണല്ലേ. പക്ഷേ ഒരു സംഭവം മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇമ്രാൻ ഇബ്നു ഖാലിദ് അൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അത്വാ തങ്ങൾ എന്ന് പറയുന്ന താബിഈങ്ങളിലെ മഹാനായ അത്വാ ഇബ്നു അബി റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് വന്നു. അവിടെ ഇമ്രാൻ എന്നവർ മഹാന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത്വാ എന്നവര് വലിയ പണ്ഡിതനാണ്. ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ല അത്വാ. ഹജ്ജായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരും. വിവിധ മദ്ഹബുകാർ, വിവിധ നാട്ടിൽ നിന്ന് വരുന്നവര്, വിവിധങ്ങളായ സംശയങ്ങൾ, ഇവർക്കൊക്കെ മറുപടി പറയാൻ അത്വാ തങ്ങളുണ്ടെങ്കിൽ വേറെ ആരും ഫത്വ കൊടുക്കരുത് എന്ന് പറയുന്നു പണ്ഡിത ലോകം. ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ല അത്വാ ലാ യുഫ്ത വമാലിക്കും ഫിൽ മദീന. അത് പ്രശസ്തമായൊരു ഖൗലാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലുള്ളപ്പോൾ വേറെ ആരും ഫത്വ കൊടുക്കൂല എന്ന് പറയും. ഹജ്ജിന്റെ സമയം, മാലിക് എന്നൊരു മദീനയാണ്, ഹജ്ജിന്റെ സമയം മക്കയിലെ പ്രഗത്ഭനായ ആലിമാണ് അത്വാ ഇബ്നു അബി റബാഹ്. അദ്ദേഹം എത്യോപ്യക്കാരനായിരുന്നു, ഖുറൈശിയായ ഒരു പെണ്ണിൻ്റെ അടിമയായിരുന്നു. വളരെ കുറുകിയ മനുഷ്യനാണ്, കഴുത്ത് വളരെ ചെറുതാണ്, മൂക്ക് ചപ്പിയവരാണ്, ഒറ്റക്കണ്ണായിരുന്നു, ഒരു കാലിന് മുടന്തുണ്ട്, മുഖത്ത് ഒരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന ആളായിരുന്നു. എല്ലാ തരത്തിലുമുള്ള ശാരീരികമായ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു മഹാൻ. പക്ഷേ മർവാൻ ഇബ്നു അബ്ദുൽ മലിക് മക്കളെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം, മക്കളെ ഈ മഹാനെ കാണാനും ഒരു മസ്അല ചോദിക്കാനും ഞാൻ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. എൻ്റെ രാജാധികാരമൊന്നും അധികാരമല്ല, അധികാരം അത്വാ തങ്ങളുടേതാണ്. കണ്ടില്ലേ, ആൾക്കാർ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വരുന്നു. മക്കയിൽ വന്ന് രാജാവ് വരെ ക്യൂ നിന്നു ഫത്വ ചോദിക്കാൻ അത്വാ എന്നൊരിടത്ത്. അദ്ദേഹം കാണാൻ ഒരു ഭംഗിയും ഉണ്ടായിരുന്നില്ലാത്ത ഒരാളായിരുന്നു എന്നാണ്. ഖാന ദമീമൻ, പക്ഷേ വലിയ ആലിമാണ്. ഇൽമു കൊണ്ട് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തു, അങ്ങനെ മെഹബൂബായി മാറി. ആ അത്വാ തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ അബാ മുഹമ്മദ്, ഇന്ന ത്വാഊസൻ, ത്വാഊസ് എന്ന് പറഞ്ഞാൽ ത്വാഊസ് ഇബ്നു കയ്യിസാൻ, വലിയൊരു മഹാനായ പണ്ഡിതൻ. ത്വാഊസ് എന്നവർ പറയുന്നുണ്ടല്ലോ, അന്നമൻ സ്വല്ലൽ ഇശാ ثم صلى بعدها ركعتين يقرأ في الأولى ألف لام ميم تنزيل. അതായത് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് അലിഫ് ലാം മീം സജദയും, രണ്ടാമത്തെ റക്അത്തിൽ വഫിത്താനിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറയും, ഈ 2 സൂറത്തും പൂർണ്ണമായി ഓതി 2 റക്അത്ത് ഇശാഇന് ശേഷം നിസ്കരിച്ചാൽ കുതിബ ലഹു മിസ്ലു വുഖൂഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതുപോലത്ത പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് മഹാനായ അത്വാ എന്നവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോ ഖാല അത്വാ ഇബ്നു അബി റബാഹ് തങ്ങൾ പറഞ്ഞു, സ്വദഖ ത്വാഊസ് എന്നവർ പറഞ്ഞു സത്യമാണ്, മാ തറക്തുഹാ, ഞാനത് എന്നും ചെയ്യാറുണ്ട് എന്ന് മഹാനവറുകൾ. പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന രാവിന്റെ പുണ്യം അത് കിട്ടൂല. ഇതുപോലെ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യമാണ്. പക്ഷെ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടുമോ? ഇല്ല. അത് ഓരോ ഹർഫിനും 10 ഹസനത്ത, അത് ഖുർആൻ മുഴുവൻ ഓതിയാലേ കിട്ടുള്ളൂ. എന്നാലും ആ ഒരു പുണ്യം, ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു മഹത്വത്തിന് സമാനമായത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു രീതിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത്. ആദ്യത്തേതിൽ അലിഫ് ലാം മീം സജദയും, രണ്ടാമത്തേതിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്തുൽ മുൽക്കും ഓതി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കതിന് തെളിവുണ്ടായിരിക്കും, അപ്പോഴത് പറയുള്ളൂ. പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയുണ്ട്. ഇനിയിപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിസ്കാരങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇബാദത്തിന് താല്പര്യവും ഉത്സാഹവുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കത് ചെയ്തു നോക്കാലോ ആഗ്രഹിക്കൂലേ? അത്തരം ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളൊക്കെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.